കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളപ്പോ ഒരു വഴി പോവുകയാണ് കേട്ടോ. വേറെ എങ്ങുമല്ല, നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സാറിന്റെ നാട്ടിലേക്ക്, പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിലെ പെരുന്നാളാണ്. അപ്പോൾ നമ്മൾ പെരുന്നാൾ കൂടാൻ പോകണം കേട്ടോ. ഇപ്പോൾ പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി സാധു പുതുപ്പള്ളിയിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ, ആദ്യം ഓർമ്മ ഉമ്മൻചാണ്ടി സാറിനെ, പിന്നെ പുതുപ്പള്ളി സാധുവിനെ ചേട്ടൻ അറിയാം ചേട്ടാ. ആന പണ്ട് ഉത്സവത്തിനെങ്ങാണ്ട് കൊണ്ടുപോയപ്പോൾ കാട്ടിൽ കയറി പോയത്, നാളെന്ന് പറഞ്ഞോണം, കാട്ടിൽ കയറി പോയിന്ന് അവൻ. എന്നിട്ട് അവർ അന്വേഷിച്ച് കിടന്നിട്ട് അവസാനം അവൻ അവിടെ നിന്ന് തിന്നോണ്ട് നിൽക്കുമായിരുന്നു. പാവം സാധുന്ന് പേരും. പിന്നെ പുതുപ്പള്ളി കേശവൻ എന്ന് പറഞ്ഞ ആനയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പള്ളി കണ്ടിട്ടുണ്ടെങ്കിലും പള്ളിയിൽ പോയിട്ടൊന്നുമില്ല കേട്ടോ. എപ്പോഴും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെങ്കിലും പെരുന്നാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോകാമെന്ന് വെച്ചു. അപ്പം നാളെ കഴിഞ്ഞത് ബർത്ത്ഡേ ഉള്ള ഒരു കുട്ടി ഇരിപ്പുണ്ട് കേട്ടോ. ആൻസിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ കഴിഞ്ഞ്. ആൻസിന് എത്ര വയസ്സാകും? 14 years ഓൾഡ് ബോയ് ആവുമ്പോഴാണ് ആൻസ് തൊട്ട്. അപ്പോൾ നമുക്ക് പെരുന്നാൾ കൂടിയിട്ട് വരാം. ഞങ്ങൾ തൊടുപുഴ തന്നെയാണ്, തൊടുപുഴ വിട്ടിട്ടൊന്നുമില്ല. 2 മണിക്കാണ് അവിടെ പ്രദക്ഷിണം എന്ന് കേട്ടു. എന്താണെങ്കിലും നമുക്ക് പള്ളിയിലൊക്കെ ഒന്ന് പോകണം. ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ കാണണം. പള്ളിയിൽ പോയി മുത്തപ്പനോട് പ്രാർത്ഥിക്കണം. ഗീവർഗീസ് സഹതായാണ്, അപ്പോൾ ഗീവർഗീസ് പുണ്യാളനോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ചു പോരണം. അപ്പം നമുക്ക് പോവാം. നമ്മളപ്പോൾ ദാ മണർകാട് വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ പാലായൊക്കെ കടന്ന് കിടങ്ങൂറൊക്കെ എത്തി. അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് മണർകാട് വഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അവിടെ പുന്നത്തറയ്ക്ക് പോകണം, ഏറ്റുമാനൂർ പുന്നത്തറ. ഭംഗിയുള്ള സ്ഥലം കാണിച്ചു തരാം. നമ്മൾ പള്ളിയുടെ അടുത്ത് ഏകദേശം എത്താറായിട്ടോ. അപ്പം നമ്മുടെ ഈ വഴിയിൽ കൂടിയാണ് വന്നത്. ഉമ്മൻചാണ്ടി സ്ക്വയർ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നൊരു ആർച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ വകയായിട്ട് പെരുന്നാളാശംസകൾ നേർന്നുകൊണ്ടുള്ള നോട്ടീസ് കണ്ടിരുന്നു. നമ്മൾ വഴിയിൽ വെച്ച് തന്നെ പ്രദക്ഷിണം കണ്ടു. അപ്പോൾ പ്രദക്ഷിണത്തിൻ്റെ ലാസ്റ്റ് ഭാഗമായിരുന്നു. മേക്കട്ടിയുടെ താഴെ അച്ഛന്മാരും മെത്രാനും ഒക്കെ ആയിട്ട് വരുന്ന കാഴ്ചയായിരുന്നു നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. നമ്മൾ സത്യത്തിൽ നടന്ന് വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി കുറച്ച് 1 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്നുമാണ് നമ്മൾ നടന്നു വന്നത്. കാരണം റാസ അല്ലെങ്കിൽ പ്രദക്ഷിണം ഇറങ്ങുന്ന സമയമായതുകൊണ്ട് ധാരാളം പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കടത്തി വിടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി സുരക്ഷിതമായിട്ട് ഒരു ആധാരം എഴുത്ത് ഓഫീസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തത്. അതിനുശേഷം നമ്മൾ നടന്നു വന്നു കഴിഞ്ഞപ്പം ഇത് പള്ളിയിൽ നിന്നും പള്ളിയുടെ പുറകിൽ കൂടി ഇറങ്ങുന്നൊരു വഴി ആയിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ വഴിയിൽ കൂടി ആണ് പ്രദക്ഷിണം ഇറങ്ങി വന്നതും. അപ്പം അതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു മേക്കട്ടിയുടെ താഴെ അച്ഛന്മാരൊക്കെ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് കാണാൻ കഴിഞ്ഞത് തന്നെ വളരെ, ഇത്രയും അടുത്ത് തന്നെ കാണാൻ കഴിഞ്ഞത് വളരെ അനുഗ്രഹമായിട്ടൊക്കെ കരുതുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് പേര് വഴിയരികിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു പ്രദക്ഷിണം വരുന്നത് നോക്കിക്കൊണ്ട്. അപ്പോൾ പള്ളി എവിടെയാണെന്ന് യാതൊരു ലഗാനും ബോധവും ഇല്ലാതെയാണ് നമ്മൾ പോയത്. പിന്നെ നമ്മൾ ഗൂഗിളിൽ ചേച്ചിയോട് ചോദിച്ച് പള്ളി എവിടെയാണെന്നൊക്കെ കണ്ടെത്തിയത് ആ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ടായിരുന്നു നമ്മൾ പുതുപ്പള്ളി പള്ളിയിൽ പെരുന്നാൾ കൂടാനൊക്കെ ആയിട്ട് വന്നത്. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക ഉമ്മൻചാണ്ടി സാറിനെയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ എത്തിയപ്പോൾ ആദ്യം കാണാനായിട്ട് ഓടിയതും ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു. അപ്പോൾ പുതുപ്പള്ളി പള്ളിയിൽ നമ്മളിതാ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഇവിടെ ഇപ്പം ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്നും തന്നെ നമ്മൾ മെഴുകുതിരി വാങ്ങി പള്ളിയിൽ കത്തിച്ചു. അതിന് ശേഷം നേരെ ഉമ്മൻചാണ്ടി സാർ എവിടെയാണെന്ന് നോക്കി ഒരൊറ്റ ഓട്ടമായിരുന്നു. അപ്പം ചേട്ടൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ചേട്ടനും
പെരുന്നാളിന് ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ചേട്ടനും ഒരു അന്തോ കുന്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും നമ്മളിതാ എത്തിയിട്ടുണ്ട്. എപ്പോഴും ഒരു ഓർത്തഡോക്സ് പള്ളി, യാക്കോബായ പള്ളിയുടെയൊക്കെ പുറകു ഭാഗത്തായിട്ട് മധുബയ്ക്ക് തൊട്ട് പുറകിലായിരിക്കും ഈ അച്ഛന്മാരെയും എത്രാന്മാരെയൊക്കെ അടക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയെന്ന് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറപ്പായിരുന്നു പള്ളിയുടെ പുറകു വശത്തായിട്ട് മധുബയോട് ചേർന്ന് കല്ലറ ഉണ്ടാകും എന്നറിയായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയുടെ സൈഡിൽ കൂടി പോയി നമ്മൾ കല്ലറ കണ്ടുപിടിച്ചു. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ പള്ളി ഇതാണ് കേട്ടോ, എല്ലാവർക്കും അറിയാമല്ലോ. ചെറിയൊരു പള്ളിയാണ്. പിന്നെ അതിൽ നിന്നും കൂട്ടിച്ചേർത്ത് എടുത്തതാണ്. പ്രദക്ഷിണത്തിന് എടുത്ത മുത്തുകുടകളിൽ ബാക്കി വന്ന കുടകളെല്ലാം കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. പ്രദക്ഷിണം ഒന്ന് തീർന്ന് കിട്ടാൻ ഇത് എപ്പോൾ തീരും എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു നമ്മൾ പ്രദക്ഷിണം വരുന്ന വഴിയിൽ കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്നത് പ്രദക്ഷിണമല്ല, ഇത് നേർച്ച വാങ്ങാനായിട്ട് നിൽക്കുന്നവരുടെ ഒരു നീണ്ട നിരയാണ് കാണുന്നത്. പ്രദക്ഷിണം വന്ന് അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ പ്രദക്ഷിണമൊക്കെ വന്ന് തീർന്നിട്ട് വേണം ഈ നിൽക്കുന്നവർക്ക് നേർച്ച വാങ്ങി കഴിക്കാനായിട്ട്. അപ്പം പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതായത് പള്ളിയിൽ വരുന്ന എല്ലാവർക്കും നേർച്ചയുണ്ട്. കള്ളപ്പവും ചിക്കൻ 65 ചിക്കൻ കറിയുമായിരുന്നു നേർച്ചയായിട്ട് കൊടുക്കുന്നത്. ആ ഒരു നേർച്ച, അതായത് ഗീവർഗീസ് സഹദായുടെ ഒരു നേർച്ച വാങ്ങാനായിട്ട് മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നവരെ കാണാൻ കഴിയുമായിരുന്നു. അതിൽ തന്നെ ധാരാളം പേര് പിള്ളേരെയൊക്കെ എടുത്തും പ്രായമായവരും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അതൊരു വിശ്വാസമാണല്ലേ, ദൈവത്തോടുള്ള വിശ്വാസം. ദൈവത്തോടുള്ള വിശ്വാസം എന്ന് പറയുമ്പം അതുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാനും ഒരു പേടി വരും. വിശ്വാസമുള്ളവർക്ക് എല്ലാത്തിനോടും ഒരു ഭയം വരും. അതാണ് ദൈവഭയം എന്ന് പറയുന്നത്. അത് നന്മയിലേക്കുള്ളൊരു പാതയായിട്ടാണ് ഞാനും കാണുന്നത് കേട്ടോ. തെറ്റ് ചെയ്യാനൊന്നും മടിക്കും, അത് നല്ലതാണല്ലേ. അപ്പം വിശ്വാസം എന്ന് പറയുമ്പോൾ അപ്പോൾ പ്രദക്ഷിണം വരുന്നത് കാത്ത് ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഒരുപാട് പേര് പ്രദക്ഷിണം കാണാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രദക്ഷിണത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കണ്ടപ്പം കൈവക്കി കാണിക്കുകയും കൈവീശി കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മുന്നിൽ വന്ന ആ ഒരു കുരിശൊക്കെയാണ് നമ്മളെ കാണുന്നത്. ആ രണ്ട് സൈഡിൽ നിൽക്കുന്നവർ നേർച്ച വാങ്ങാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ എത്രയോ മണിക്കൂറുകളായിട്ട് അവരവിടെ നിൽക്കുവാണെന്നറിയാവോ. അപ്പം ഇത് ആദ്യത്തെ കാഴ്ചയാണ് കേട്ടോ. ഞാൻ ഇത്രയധികം പള്ളികളിലൊക്കെ പെരുന്നാൾ കൂടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി നമ്മുടെ അടുത്ത് ഓടി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിലെ കാര്യങ്ങളൊക്കെ, അതായത് കൂപ്പണൊക്കെ എടുത്ത് നമുക്ക് നേർച്ച വാങ്ങാം, അതല്ലാതെ നമുക്ക് നേർച്ച വാങ്ങാൻ നിൽക്കുന്നവരുടെ ഒരു നിരയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയോ പേരാണോ നേർച്ച വാങ്ങാൻ നിൽക്കുന്നതെന്നറിയാമോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നിൽപ്പിച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ ഒരു കാര്യമുണ്ട്, അവർ നിന്നിടത്തോളം സമയം നമ്മളും നിന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ടും ഇതൊക്കെ കാണാനായിട്ടൊക്കെ ആയിട്ട്. നമുക്കതൊരു പുതിയ അനുഭവമായിരുന്നു. പുതിയ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പം അതും ഒരു രസമല്ലേ. അപ്പം ധാരാളം മുത്തുകുടകളും വാദ്യമേളങ്ങളും അതുപോലെ ചെണ്ടയും കുഴലും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ബാൻഡു മേളങ്ങൾ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. മുത്തുക്കുടകളുടെ തന്നെ ഒരു മേളം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പല നിറത്തിലുള്ള മുത്തുക്കുടകൾ. പെരുന്നാളിൻ്റെ ഒരു ഭംഗി ഉണർത്താനായിട്ട് മുത്തുക്കുടകൾക്ക് കഴിയൂലേ, പിന്നെ ഉത്സവത്തിനും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രദക്ഷിണം കണ്ട് നോക്കുമ്പം അങ്ങ് അക്കരെ റോട്ടിൽ ഒരുപാട് ദൂരെയായിട്ട് മേക്കട്ടി കാണാം. മേക്കട്ടിയുടെ കീഴിലാണ് അച്ഛനൊക്കെ നിൽക്കുന്നത്. ബിഷപ്പും അതുപോലെ മെത്രാനും ബാവയൊക്കെ നിൽക്കുന്നത് മേക്കട്ടിയുടെ താഴെയാണ്. അപ്പം അവരിവിടെ എത്തിക്കഴിഞ്ഞാലേ പ്രദക്ഷിണം തീരുവുള്ളൂ. അപ്പം അത്രമാത്രം ആളുകളുണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്താണ്. ഇത് മുഴുവൻ എടുക്കാൻ നിൽക്കുമായിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ട് തീരത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയധികം ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുള്ളൂ. എന്നിട്ട് പോലും ഇതൊരു 34 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയി തീർന്നു എന്നുള്ളത് ഒരു രസമായി. എന്താണെങ്കിലും ഞാനിത് എടുത്തതൊന്നും ഞാൻ പിന്നെ കട്ട് ചെയ്യാൻ പോയില്ല. കാരണം ഇത് പിന്നീടാണെങ്കിലും എടുത്ത് നോക്കുമ്പം അതും ഒരു മെമ്മറി ആയിട്ട് കിടന്നോളും. നഷ്ടപ്പെട്ടതിനെ പിന്നെ നമുക്ക് തിരിച്ച് വീണ്ടെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം എടുത്തതെല്ലാം നമുക്കതൊരു ഓർമ്മയായി സൂക്ഷിക്കട്ടെ എന്നോർത്തു.
അപ്പം നല്ല രസമുണ്ടായിരുന്നു ഈ മുത്തുക്കുടകളൊക്കെ കാണാനായിട്ട്. അതിനകത്ത് വൈറ്റ് കളറിലുള്ള രണ്ട് മുത്തുക്കുടകളെ നമ്മൾ കണ്ടുള്ളൂ. അത് കണ്ടുപിടിച്ചാണ് നമ്മുടെ ആൻസുകുട്ടൻ എന്നെ കാണിച്ചു തന്നു. ഇതങ്ങ് അകലേന്ന് ഞാൻ ആ വൈറ്റ് കുട നോക്കി നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആൻസുകുട്ടൻ പറഞ്ഞു. അപ്പം നിന്ന് അവനും അടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക, അനുഭവിക്കുക എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടൊക്കെ കരുതുന്നു. കാരണം പുതുപ്പള്ളി പള്ളി, എടത്തുവ പള്ളി, ഇടപ്പള്ളി പള്ളി, അരുവിത്തറ പള്ളി, മുതലക്കോടം പള്ളി, ഇത്രയും പള്ളികളിലും മുത്തപ്പന് അല്ലെങ്കിൽ ഗീവർഗീസ് സഹദ ഭയങ്കര പേര് കേട്ട അല്ലെങ്കിൽ ഗീവർഗീസ് സഹദയുടെ നാമധേയത്തിലുള്ള പള്ളികളിലെ പ്രധാനപ്പെട്ട പള്ളികളാണല്ലോ ഇത്. അതിൽ ഇപ്പം ഞാൻ ഇടപ്പള്ളി പള്ളിയിലും പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ മുതലക്കോടം പള്ളി പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്താണ്. എടത്തുവ പള്ളിയിലും ഞാൻ പോയിട്ടില്ല. അരുവിത്തറ പള്ളിയിൽ പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇനി ഇതിൽ പ്രധാനപ്പെട്ട പള്ളികൾ ഇനി എടത്തുവ പള്ളി കൂടി പോകാനുണ്ട്. അപ്പം നമ്മളങ്ങനെ പുതുപ്പള്ളി പള്ളിയിൽ പോയി ഗീവർഗീസ് സഹദായുടെ ഫോട്ടോ കണ്ടു. കാരണം കത്തോലിക്ക പള്ളികളിലാണ് രൂപങ്ങൾ വെക്കാറുള്ളൂ. ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളിലൊന്നും രൂപങ്ങളൊന്നും അങ്ങനെ വെക്കാറൊന്നുമില്ല കേട്ടോ. ഫോട്ടോസ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതും അതിൻ്റെ ഒരു വ്യത്യസ്തത അതാണ്. കത്തോലിക്ക ഓർത്തഡോക്സ് യാക്കോബായയുടെ ഒരു വ്യത്യസ്തതയാണ് അത്. അപ്പം ആളുകളൊക്കെ കയറി വരുവാണ്. അപ്പോൾ പ്രദക്ഷിണം കണ്ടപ്പോൾ തന്നെ ഈ വരിയിൽ നിൽക്കുന്നവരല്ലേ, ക്യൂവിൽ നേർച്ച വാങ്ങാനായിട്ട് നിൽക്കുന്നവർക്ക് വളരെ ആശ്വാസമായി. കാരണം പ്രദക്ഷിണമൊക്കെ കയറി കഴിയുമ്പോൾ നേർച്ച വാങ്ങി ആദ്യം ഇറങ്ങാമല്ലോ എന്ന്. അപ്പം ആദ്യം മുൻപിൽ നിൽക്കുന്നവർക്ക് അതൊരു സന്തോഷമാണല്ലേ. അപ്പോൾ അത് പ്രദക്ഷിണത്തിൽ മുൻപിലെ ഫോട്ടോ ആണ് നമ്മുടെ ഗീവർഗീസ് സഹദായുടെ ഫോട്ടോയാണ്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ഗീവർഗീസ് സഹദായെ. എനിക്ക് ഭയങ്കര, നമ്മളെ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ദൈവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗീവർഗീസ് സഹദ, സെൻറ്റ് തോമസ് ഒക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ദൈവങ്ങളാണ്. അപ്പം മുതലക്കോടം പള്ളിയിലൊക്കെ ഞാൻ പോയി എന്ത് കാര്യം പറഞ്ഞാലും എനിക്ക് സാധിക്കാതെ ഇരുന്നിട്ടില്ല. പറയുന്ന കാര്യങ്ങളെല്ലാം ഒറ്റ തവണ പറഞ്ഞാൽ മാത്രം മതി, സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളി പള്ളിയിൽ പോകുന്നതിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവിടെയും പോയി എല്ലാവരെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാവരുടെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം വന്നത് പൊൻകുരിശുകളൊക്കെ ആയിരുന്നു. പൊൻകുരിശും വെള്ളിക്കുരിശും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു ചേട്ടൻ പറഞ്ഞ് അതിനകത്ത് അതിലേറ്റവും ലാസ്റ്റ് വരുന്ന ഒരു കുരിശുണ്ട്. അത് സ്വർണം കൊണ്ടുണ്ടാക്കിയ 401 പവൻ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കുരിശാണെന്ന് പറഞ്ഞു. അപ്പം അതും പുതിയൊരു കാഴ്ചയായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ കുറേ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് പോലീസ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അത് ചേട്ടനാണ് പറഞ്ഞത്, ചേട്ടനോടാണ് പറഞ്ഞത്. അതിന് ശേഷം കുരിശ് പോയി കഴിഞ്ഞാണ് ഞാനത് അറിഞ്ഞത്. എന്നാലും അതിൻ്റെ ഒരു വീഡിയോയും നമുക്ക് എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പ്രദക്ഷിണത്തിൻ്റെ ഇടയ്ക്ക് ഇവർ നിൽക്കുന്ന എന്തിനാണെന്നറിയാവോ? അടുത്ത് കപ്പേളകൾ, അതായത് കുരിശുപള്ളികളുണ്ടെങ്കിൽ മേക്കട്ടിയുടെ താഴെ വരുന്ന അച്ഛന്മാർ ആ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. ആ പ്രാർത്ഥിക്കുന്ന സമയം ഈ റാസ അല്ലെങ്കിൽ പ്രദക്ഷിണം അവിടെ നിൽക്കും. എല്ലാവരും അവിടെ നിൽക്കും. പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പിന്നീടത് മുൻപോട്ട് നീങ്ങുകയുള്ളൂ. അതാണ് ഈ ഒരു പ്രദക്ഷിണത്തിൻ്റെ അല്ലെങ്കിൽ റാസയുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. റാസ എന്ന് പറഞ്ഞാലും പ്രദക്ഷിണം എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പ്രദക്ഷിണത്തിൻ്റെ ഓർമ്മ അല്ലെങ്കിൽ ഇത് എന്തിൻ്റെ മിത്താണ് അല്ലെങ്കിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നറിയാവോ? കർത്താവിനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടിയിട്ട് കാൽവരിയിലേക്ക് പോയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പ്രദക്ഷിണം നടത്തുന്നത്. അത് ഒരിക്കൽ പള്ളിയിൽ വെച്ചൊരച്ഛൻ പ്രസംഗം പറഞ്ഞപ്പം അങ്ങനെ കിട്ടിയ ഒരു അറിവാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ. അതുവരെ എനിക്ക് പ്രദക്ഷിണം എന്താണെന്നോ എന്തിനാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് ദൈവത്തെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോയതിൻ്റെ സ്മരണയ്ക്ക് ആണ് പ്രദക്ഷിണം വയ്ക്കുന്നതിൽ പങ്കെടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. ആ ഒരു റാസയിൽ പങ്കെടുക്കുന്നത് ഒക്കെ ഒരു പുണ്യമായിട്ട് കരുതപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പള്ളിയുടെ തൊട്ട് താഴെയുള്ള കുരിശും തൊട്ടിയിൽ വെച്ചിട്ട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെ മുഖ്യ കാർമ്മികനായിട്ട് നിൽക്കുന്ന തിരുമേനിയായിരുന്നു, അതായത് മെത്രാനായിരുന്നു. അതിൽ ധൂപക്കുറ്റിയൊക്കെ വീശിക്കൊണ്ട് കുരിശും തൊട്ടിക്ക് ചുറ്റും നടന്ന പ്രാർത്ഥനയൊക്കെ കർമ്മമൊക്കെ വഹിച്ചത്. അതൊക്കെ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയത് മറ്റൊരു അനുഗ്രഹമൊക്കെ ആയിട്ട് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സത്യത്തിൽ നമ്മൾ പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ വേണം അവിടെ എത്താൻ എന്ന ഒരു
പ്ലാനിങ്ങിലാണ് നമ്മൾ പോയത്. സത്യത്തിൽ ഇത്രയും ദൂരം അല്ലെങ്കിൽ ഇത്രയും സമയമുള്ള ഒരു പെരുന്നാൾ ഞാൻ ആദ്യമായിട്ട് കൂടുമായിരുന്നു കേട്ടോ. കാരണം അപ്പോൾ കുരിശുംതൊട്ടിയിലെയൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പതുക്കെ മുന്നോട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത്രയും അധികം സമയം എന്ന് വെച്ചാൽ എത്രയോ അധികം സമയം രാവിലെ മുതലുള്ള കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണ ഇറങ്ങുന്നു. പ്രദക്ഷിണ ഇറങ്ങിയിട്ടത് ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് അവസാനം നേർച്ച കൊടുത്തു വരുമ്പോഴേക്കും 4:30 ആകുന്നു. അത് ഭയങ്കര ഒത്തിരി ടൈം എടുത്താണ്. സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 11:30-12 മണിയോടുകൂടി പെരുന്നാളൊക്കെ തീരാറാണ് പതിവ്. അങ്ങേറ്റം പോയാൽ 1 മണി. അപ്പോൾ ദാ വരുന്ന കുരിശാണ് കേട്ടോ, പൊന്നിൻ കുരിശ്. അതിന് ചുറ്റുമാണ് ദാ പോലീസ് ഓഫീസേഴ്സ് കാവലായിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്ത് നിൽക്കുന്നത്. ആ ഒരു സ്വർണ്ണ കുരിശാണ്, സ്വർണം കൊണ്ടുള്ള കുരിശ്. അതും ആദ്യമായിട്ടുള്ള അറിവായിരുന്നു കേട്ടോ. അതിനുശേഷം ആൾത്താര ബാലന്മാർ, അതായത് കപ്പ്യാർ കൂടുന്ന കുട്ടികളും പിന്നെ എല്ലാവരും പ്രധാനപ്പെട്ട കപ്പ്യാരും ഒക്കെ ഉണ്ടായിരുന്നു, ശുശ്രൂഷകൻ. അതിനുശേഷമാണ് കറുത്ത കുപ്പായാക്കിയിട്ടിട്ട് അച്ഛന്മാരുണ്ടായിരുന്നത്. ഇപ്പോൾ ഓർത്തഡോക്സ് അച്ഛന്മാരായിരുന്നു. അപ്പോൾ ഈ ഓർത്തഡോക്സ് യാക്കോബായ അച്ഛന്മാരൊക്കെ താടി നീട്ടി വളർത്താറുണ്ട് കേട്ടോ. പ്രായമായവരൊക്കെ, പഴയ ആളുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് താടി നീട്ടി വളർത്താറുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ വരും ചെറുപ്പത്തിൽ. അപ്പോൾ ഞാനൊരു യാക്കോബായ പെൺകുട്ടിയായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തും പള്ളി ഉണ്ടായിരുന്നു. ഇപ്പോൾ പള്ളിയിൽ വരുന്ന അച്ഛന്മാരൊക്കെ ആയിട്ടാണെങ്കിലും അത്രയേറെ അടുപ്പമുണ്ടായിരുന്നു. പള്ളിയായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ചേട്ടായി അവിടുത്തെ കീബോർഡിസ്റ്റായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിട്ടും എപ്പോഴും ഈ ഒരു കുർബാനയും ഈ ഒരു പ്രദക്ഷിണവും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഒരു നോസ്റ്റാൾജിക് മൊമെൻറ്റ്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്കും എത്തും. അപ്പോൾ എല്ലാ പ്രദക്ഷിണത്തിന് ശേഷവും ഇതുപോലെ പുറകിൽ കുറേ ആളുകൾ പോകും. അപ്പോൾ അതാ ഈ വരിയായിട്ട് പോകുന്നതാണ് നമ്മുടെ നേർച്ച. അത് കൊട്ട നിറയെ കള്ളപ്പാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികളാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ യുവജനങ്ങൾ എന്ന് പറയാതെ ഇനി അടുത്ത തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റും. അവരത്ര ആക്റ്റീവായിട്ട് ഈ ഒരു വിശുദ്ധ കർമ്മത്തിലൊക്കെ പങ്കുചേരുമ്പോൾ കുട്ടികളും നല്ല കുട്ടികളൊക്കെ ആയിട്ട് വളരുന്നൊരു കാഴ്ചയും നമുക്ക് ഇതുപോലെയുള്ള ഓരോ അവസരങ്ങളാണ് നമ്മളെ നന്മയിലേക്കൊക്കെ നയിക്കുന്നതെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത്രയും വൃത്തിയോട് കൂടിയാണ് തലയിൽ ക്യാപ്പൊക്കെ ഇട്ട്, കയ്യിലാണെങ്കിൽ കയ്യുറയൊക്കെ ധരിച്ച് ഗ്ലൗസൊക്കെ ധരിച്ചാണ് കുട്ടികൾ പോകുന്നത്. അപ്പോൾ അത് എടുത്ത് കൊടുക്കുന്നവരും ഇതുപോലെ തലയിൽ മുടിയൊന്നും ചാടാതെ ക്യാപ്പൊക്കെ ഇട്ട് തലയിലും ക്യാപ്പൊക്കെ തൊപ്പിയൊക്കെ വെച്ച്, അപ്പോൾ അതാ കൊട്ടയിൽ ഇങ്ങനെ അപ്പം നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. നല്ല രസമില്ലേ? അത് വാങ്ങാനായിട്ട് നിൽക്കുന്നവരാണിത്. എത്രയോ നേരമായല്ലേ ഇവരിവിടെ ഇങ്ങനെ നിൽക്കുന്നു. അതും ക്രിസ്ത്യൻസ് മാത്രമല്ല കേട്ടോ, നാനാ ജാതി മതസ്ഥർ എന്ന് വേണം കുറിയൊക്കെ തൊട്ട് നിൽക്കുന്ന ചേച്ചിമാരെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പെരുന്നാളാണ് പുതുപ്പള്ളി പെരുന്നാളെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരു നാട് മുഴുവൻ അതിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പോലും പുതുപ്പള്ളി പെരുന്നാൾ ആശംസ നേർന്ന നോട്ടീസ് വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പാലമൊക്കെ കാണും. നമ്മൾ നടന്നു വന്ന ആ പാലത്തിൻ്റെ 2 സൈഡിലും ഇതുപോലെ നോട്ടീസൊക്കെ വെച്ച് ഒരുപാട് ആശംസയൊക്കെ അറിയിച്ച്, ആ പാലം തന്നെ പുതുതായിട്ട് പണിതാന്നു. നല്ല രസമുണ്ടായിരുന്നു. പൂച്ചട്ടിയൊക്കെ വെച്ച് പലതരത്തിലുള്ള പൂച്ചെടികൾ വാങ്ങി ചട്ടിയിലൊക്കെ നട്ട് വളർത്തി. അപ്പം നല്ലൊരു നാടായിട്ടാണ് എനിക്ക് പുതുപ്പള്ളി കണ്ടപ്പോൾ തോന്നിയത്. അപ്പം വേറൊന്നുമല്ല, എന്തിനു പറയുന്നു, ഉമ്മൻചാണ്ടി സാറിൻ്റെ നാടല്ലേ അല്ലേ. അപ്പോൾ ഇത് അപ്പം പിന്നെയും കൊണ്ടുവരികയാണ്. കാരണം ഒരുപാട് ജനങ്ങളുണ്ട്. നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നേർച്ച വാങ്ങാൻ ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ചിക്കൻ കറി കൊണ്ടുപോകുന്നതാണ്. ചിക്കൻ കറി ആയിട്ടല്ല, ഫ്രൈ ആയിട്ടാണ് കേട്ടോ കൊടുത്തത്. 65 ആയിട്ടാണ്. അത് നല്ല സൂപ്പറായിട്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നല്ല സൂപ്പറായിട്ടാണ് ഉണ്ടാക്കിയതെന്നൊക്കെ. അപ്പം അതുണ്ടാക്കിയവർക്കൊക്കെ നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ടൊക്കെ അച്ഛൻ വിളിച്ചു പറയുന്ന, വികാരി അച്ഛൻ വിളിച്ചു പറയുന്ന ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ജനങ്ങൾ ആ ഒരു നേർച്ച കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതായത് പ്രദക്ഷിണം വന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് പെരുന്നാളിൻ്റെ കുറിച്ചുകൊണ്ടുള്ള സമാപന പ്രാർത്ഥനയും തീർന്നതിന് ശേഷമാണ് നേർച്ച വിളമ്പുന്നത്. അപ്പം അന്നത്തേക്കും അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് വാഴ്ത്തി അപ്പവും കറിയും വാഴ്ത്തി അതിന് ശേഷമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇതാണ് കൊടുക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും അത്ര വൃത്തിയോടെ, അത്രയേറെ വൃത്തിയോട് കൂടിയിട്ടാണ് ആ ഒരു മംഗളകർമ്മം നിർവഹിച്ചത്. അതിനുശേഷം നമ്മളിതാ പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പള്ളിയിലെ തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതുപ്പള്ളി പള്ളിയിലിരിക്കുന്ന ഗീവർഗീസ് സഹദായുടെ
ഫോട്ടോയാണ് ഈ കാണുന്നത്. നല്ല ഐശ്വര്യമുള്ളൊരു ഫോട്ടോ, നല്ല തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഞാൻ ഗീവർഗീസ് ഫോട്ടോ കണ്ടതിലും വെച്ചിട്ട് ഇതുവരെ എൻ്റെ ജന്മത്തിൽ കണ്ടതിലും വെച്ചിട്ട് വളരെയേറെ നല്ല തെളിച്ചത്തോടെ കണ്ട ഒരു ഫോട്ടോയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഒരുപാട് പേര് പള്ളിക്കകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു ചേട്ടൻ ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഒരാളെ ഓർത്തു. നിങ്ങൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഒരു ചേട്ടൻ അവിടെ ഇരിക്കുന്ന കണ്ടപ്പം, അത് വെള്ളമൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ തന്നെയാണ് ഓർത്തത്. ചെറിയൊരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പള്ളിയിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരുന്നാളൊക്കെ കൂടി നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി. അൻസോട്ടൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടോ. അപ്പം ഇതൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ പുതുപ്പള്ളി പള്ളിയിലെ പെരുന്നാളൊക്കെ കൂടി നമ്മൾ തിരിച്ച് വണ്ടി കിടക്കുന്നിടത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. അപ്പം നമ്മളത് പെരുന്നാളൊക്കെ കൂടി നമ്മൾ തിരിച്ചതാ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നിന്ന് മനുഷ്യ മട്ടത്ത് പോയി എന്ന് പറയാം. ആൻസാണെങ്കിൽ വിശന്നിട്ടിരുന്നിട്ട് പോപ്കോണോ അതും ഇതൊക്കെ പൊട്ടിച്ച് കഴിക്കുകയാണത്. അമ്പലം ഇത് കാണാവേ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിലേ പോകണ്ടല്ലേ, നല്ല രസമുണ്ടല്ലോ അത് കാണാൻ. അയ്യപ്പനൊക്കെ ഉണ്ട്. അപ്പൊ ഇത് മണർകാട് വഴി. മണർകാടായില്ലേ ചേട്ടാ? ഇത് മണർകാടല്ലേ? പിന്നെ വേറെ എന്തോ സ്ഥലപ്പേരാ ഇത്. ചേട്ടൻ ഷൂ എന്നും പറഞ്ഞാ പോകുന്നെ. എന്താണേലും വൈകുന്നേരം ആയിട്ടോ. നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഒരു മിനി എന്ന് പറഞ്ഞൊരു ചേച്ചീനെ കണ്ടു. ആ ചേച്ചി വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തന്നു. അങ്ങനെ ഇത് മണർകാട് സെൻറ് മേരീസ് ഹോസ്പിറ്റൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മണർകാട് പഴയ പള്ളി, മണർകാട് പള്ളിയിലൊക്കെ നമ്മൾ പെരുന്നാളിന് വരുന്നതാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മണർകാട് പള്ളി ഇറങ്ങാനുള്ള സമയമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. ഇനി നമുക്കടുത്ത പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് വരാം. നിന്നുപോയാ എന്നെ ചേട്ടാ മിണ്ടാത്തത് നിന്നുള്ളിൽ തേനടിയോ തേങ്ങയോ ചേട്ടാ എന്തുപറ്റി? എന്തെങ്കിലും കുടിക്കാൻ വേണല്ലേ? നമ്മള് നേർച്ച വാങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. അതിന് മാത്രം തിരക്കാണ്, നല്ല തിരക്കാണ്. ഓരോ മനുഷ്യന്മാരൊക്കെ നേർച്ച വാങ്ങാൻ നിക്കുന്ന കാണായിരുന്നു. 3 മണിക്കൂറോളം നിന്നു. അതായത് പ്രദക്ഷിണം പോയപ്പോ തൊട്ടേ നിക്കുവാണ്. ഒരു വിശ്വാസം. ചെറിയ പള്ളിയാ, പള്ളിക്കകത്ത് കയറുമ്പോ അല്ലേ? ചെറിയ പള്ളി. എല്ലാവരും കല്ലറയിലെ പേരൊക്കെ എഴുതി വെക്കില്ലേ? പക്ഷെ ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയില് പേരൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. ഒരു സാധാരണ ഒരു സിമ്പിൾ കല്ലറ. തീറ്റ കഴിഞ്ഞാ? നാളെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ബോയ്. എനിക്ക് ലക്ക് കൊണ്ടുപോകണ്ട്. 2 റൊണാൾഡോ, ഒരു മെസ്സി
നാളെ ചേട്ടൻ പോയിട്ട് വന്നിട്ട് വേണം ഉടുപ്പൊക്കെ വാങ്ങാൻ പോവാൻ. അത് നാളെ ചേട്ടൻ മലയാറ്റൂര് പോവല്ലേ? എനിക്ക് ഇഷ്ടമുള്ള ഒരു പാൻറ് ഒരു ടീഷർട്ട് അത് കഴിഞ്ഞ് മമ്മി കാണാതെ എന്തെങ്കിലും എടുത്തോ. ഓഹോ, കേക്ക് നാളെ ഉണ്ടാക്കിക്കുവാണോ? കേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഇന്നേ ഉണ്ടാക്കണമായിരുന്നു. നമുക്കൊരു ചെറിയ കേക്ക് വാങ്ങി കട്ട് ചെയ്താൽ പോരാടാ. ചുമ്മാ കേക്ക് എന്നിട്ട് അവിടെ ഇരിക്കും. ഉണ്ടാക്കിക്കണ കേക്ക് ചെറുതുണ്ടാക്കിച്ചാ മതി. 1 കിലോ അത് നോർമല് വാങ്ങിയാൽ മതിടാ. നമ്മള് ഡിസൈനൊക്കെ കൊടുത്ത് ഉണ്ടാക്കിക്കുമ്പോഴില്ലടാ ഭയങ്കര വലുതായി പോകും. പിന്നെ അത് 10 കൊല്ലം ഫ്രിഡ്ജിനകത്തിരിക്കും. എന്നിട്ട് അവസാനം അതെടുത്ത് കളയും. അത്ര കേക്ക് അങ്ങനെ എടുത്ത് കളഞ്ഞെന്നറിയോ? ക്രിസ്മസിന്റെ സമയത്തൊക്കെ ദൂരം കേക്ക് കളഞ്ഞു. തിന്നണം എന്നൊക്കെ ഓർക്കും, പക്ഷെ തിന്നൂല. തിന്നണം എന്നൊക്കെ തോന്നും, പക്ഷെ തിന്നൂല. ചേട്ടനാണ് വിശന്നിരിക്കുക. കപ്പയും മീനും തിന്നിട്ട് പോകുന്ന പോക്ക. ആൻസിന്റെ ബർത്ത്ഡേക്ക് ഇച്ചിരി പായസം ഉണ്ടാക്കി കുടിക്കണം. ഈ ബർത്ത്ഡേ പോലെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ പായസം ഉണ്ടാക്കി കുടിക്കുന്നത്. ദാറ്റ് ഈസ് സേമിയ പായസം ഓൺലി. ഈ മാസം വേറൊരാളുടെ ബർത്ത്ഡേ കൂടി വരുന്നുണ്ട്. May 25. ഇതാണ് ചേട്ടാ ഒന്നും മിണ്ടാത്തത്. എന്റെ ബർത്ത്ഡേ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഹാപ്പി ബേക്കറിയോ? മാറാനാത്ത. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴാ ഒരു ബസ് കണ്ടായിരുന്നു. മാറാനാത്ത അതൊരു സുറിയാനി വേടാ. ആളുകൾ ഓർക്കും എന്തുവാ ഈ പറയുന്നേ. ആണ്ടെ ആ മുമ്പിൽ പോണവരുടെ ഹെൽമെറ്റിന്റെ തല കാരണം. മാറാനാത്ത പോയി. മാറാനാത്ത 1-2 ബസ് ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. അങ്ങനെ പുതുപ്പള്ളി പള്ളിയിലൊന്ന് വരാൻ പറ്റി. എന്തോരം കോഴിപ്പൂവന്മാരാ അവിടെ. ഇഷ്ടംപോലെ കോഴിപ്പൂവന്മാരാ. അതിന്റെ ഇടയ്ക്ക് ഒരു താറാവ്. പെടകളൊന്നും ഇല്ല അല്ലേടാ? പെടയാ? കൊറേ കോഴിപ്പൂവന്മാര് പാവങ്ങൾ ഇരുന്ന് ഉറങ്ങും. എനിക്ക് കണ്ടപ്പോ എടുത്തോണ്ട് വരാൻ തോന്നുന്നു. നല്ല നാടൻ കോഴികളായിരുന്നു കേട്ടോ എല്ലാം. അത് നിന്നിട്ടായിരിക്കും ഇരുന്ന് ഉറങ്ങണ. വെറൈറ്റി കളറുള്ള കോഴികളെയൊക്കെ കണ്ടു. ലേലം ഒന്ന് വിളിക്കില്ലേ? ലേലം ഒന്നും നോട്ടീസ് കൊടുത്തിട്ടില്ല. നല്ല ഭംഗിയുള്ള കോഴിപ്പൂവന്മാരൊക്കെ ഉണ്ടായിരുന്നു. എന്നാ നല്ല കോഴിപ്പൂവന്മാരെ കാണുമ്പോ വാങ്ങാൻ തോന്നും. പാവങ്ങള് കക്കരക്കാന്ന് പറഞ്ഞ് കോണാണ്. എന്ത് രസമാ. പാവാ കോഴികളെന്ന് വെച്ചാ ഭയങ്കര സ്നേഹവാ. ആ കുട്ടാപ്പിനെ കണ്ടല്ലോ. എന്നെ അവിടെ കണ്ടാല് കൈ വന്ന് പറഞ്ഞു. ചേട്ടന്റെ പുറകെ ഓടുമല്ല അങ്ങടെ കുട്ടാപ്പിയും കുഞ്ഞാപ്പും ഒക്കെ അങ്ങടെ ചുട്ടുപണി. പാവം എന്റെ കുണ്ടാസു. മരുന്ന് പാവ വിളിച്ചു വാങ്ങിച്ചു കുടിച്ചു. പാവം തോന്നിപ്പോയി കണ്ടപ്പോ. കുഞ്ഞു പിള്ളേരാ അവരൊക്കെ. കുഞ്ഞു പിള്ളേരാ അതൊക്കെ. പാവന്മാര്. താറാമ്മ മിടുക്കന. അവന് എന്നെ കണ്ട ഓടി വരും. അതല്ല ആ
താറാമ്മ കോഴിപ്പൂവന്മാരെ എല്ലാം കൊത്തി ഓടിച്ച. കോഴിപ്പൂവന്മാര് താറാമ്മയുടെ മുമ്പിൽ വന്ന് നമിച്ചിട്ട് പറഞ്ഞു ഇനി ഒന്നും ഉപദ്രവിക്കില്ലേ ചേട്ടാന്ന്. ഒരു പൂവനെ കൊത്തി ചിറകിന്റെ അടി കയറ്റി. എന്നിട്ട് താറാമ്മ ചിറകിങ്ങനെ വിരിച്ചു പിടിച്ച് കിടക്കുക. എന്നിട്ട് താറാമ്മ പറഞ്ഞു പോടാ പോയി തരത്തി കളിക്കാൻ. താറാമ്മ വിട്ട വഴി പൂവൻ മലക്കകത്ത് കയറി ഒളിച്ചിരുന്നു. പാവം താറാമ്മനെ പോയി ഒന്ന് ചൊറിയാൻ പോയതാ. താറാമ്മ കയറിയൊക്കെ മാന്തി. ആ കൊത്തി പറിച്ചെടുക്ക. എന്റെ ഇവിടത്തിന്റെ കൊത്താൻ താറാമ്മ വന്നിട്ട് എടുത്തു കഴിയുമ്പോ താറാമ്മ എന്ത് പാവ പതുങ്ങി ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇനി നമ്മളെ മുമ്പോട്ട് പൊട്ടേ. അപ്പൊ നമ്മൾ അങ്ങനെ പെരുന്നാളൊക്കെ കൂടി തിരിച്ചു വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടാ വന്നത് കേട്ടോ. അപ്പോൾ പള്ളിപ്പെരുന്നാളിന് പോയാൽ അതൊരു നമ്മുടെ കയ്യിലുണ്ടെങ്കിലും കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ആണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ക്ലിപ്പ് വാങ്ങിച്ചു. തലയിൽ വെച്ചാലാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളേ. പിന്നെ ഇങ്ങനെ ഒരു ക്ലിപ്പ് വാങ്ങിച്ചു. ഇങ്ങനെ ഒരു ക്ലിപ്പ് വാങ്ങിച്ചു. പിന്നെ മുടിയൊക്കെ കെട്ടുന്ന ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിച്ചു. ഇത് നേരെ ഇരിക്കടാ. ഇവരെന്നാ ഇങ്ങനെ കുനിഞ്ഞിരിക്കണേ? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ആൾക്കാർ ചോദിക്കും. ഇങ്ങനെ ഇരുന്ന തലയിൽ ഇങ്ങനെ ഇത് ഞാനിങ്ങനെ പൊക്കി വെച്ചേക്കുമായിരുന്നു. ആവി എടുത്തിട്ട് ഒരു രക്ഷയില്ല. ഇത് വാങ്ങിച്ചു. പിന്നെ നീ ആൻസിനൊരു ഉന്മേഷവും ഇല്ല കേട്ടോ. ആൻസിനൊരു ഉഷാറും ഇല്ല. ആൻസ് ഇപ്പം കളിച്ച മുറ്റത്ത് വേർത്ത് കുളിച്ച് വന്നിരിക്കുന്നതാ. അതുകൊണ്ടാണ് ആൻസ് ഇങ്ങനെ ടയേർഡായിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ പറയും ആൻസ് കിട്ടുന്ന എന്ത്. പിന്നെ വന്ന വഴിക്ക് കഴിച്ച മലര് സാധനം. ഇത് ഓർമ്മ എന്തിയാടാ? ഇതൊന്ന് തീർത്തോ? ഇതില്ലല്ലോ അതിനകത്ത്. ഒരെണ്ണേ ഉള്ളൂ. ഓർമ്മ ഞാൻ ഇത് മാത്രമേ. ഇത് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇല്ല. അമ്മച്ചി എടുത്താണ് ഇല്ലാതെ. പിന്നെ മലര്, പിന്നെ ഹൽവ. പിന്നെ ഇതെല്ലാം കൂടിയുള്ള ഒരു പലഹാരമാണ്. എല്ലാം കൂടി ഇട്ടതാണ്. ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് തന്നതാണ് കേട്ടോ. പിന്നെ നല്ല സാധനമാണെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. പെരുന്നാളിന് പോയാൽ അതാണ്. പിന്നെ പുതുപ്പള്ളി പള്ളിയിൽ ഞാൻ പള്ളി നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും പള്ളിയിൽ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുതുപ്പള്ളി പള്ളിയിൽ പോകാൻ പറ്റി. അവിടെ വെച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണാൻ പറ്റി. അതിൽ കണ്ട ഒരു സബ്സ്ക്രൈബർ, ഒരു ചേച്ചി മിനി എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് ഞാൻ പൊതുവേ അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടാൽ ഫോട്ടോ ഒന്നും എടുക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാത്തത്. അപ്പം ആ ചേച്ചിയാണ് എൻ്റെ ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഫോട്ടോ എടുത്ത് വീഡിയോ ആയിട്ടൊന്നും എടുത്തൊന്നുമില്ല. അപ്പം സന്തോഷം, എല്ലാവരും കാണുന്നതിൽ സന്തോഷം. പിന്നെ അവരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളെ നമ്മൾ അവരുടെ പേഴ്സണൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ നമുക്ക് മാനിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവരുടെ അങ്ങനെ ഫോട്ടോസൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാത്ത കേട്ടോ. വേറെ ഒന്നുമല്ല. അപ്പം ഒത്തിരി സന്തോഷം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഇത് കാണിച്ചില്ലാന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട വീണ്ടും പുതിയ ശേഷം പുതിയ വീഡിയോ കേട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദു സ്ട്രീംസ്. ബൈ.